എല്ലാ വർഷവും ഒക്ടോബർ 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ദേശീയ തലത്തിൽ തന്നെ വന്യജീവി വാരാഘോഷം നടത്താറുണ്ട്. അതുപ്രകാരം ഈ വർഷവും വൈവിധ്യമാർന്ന പരിപാടികളിലൂടെയാണ് കേരളം ഈ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 3-ാം തീയതി കോഴിക്കോട് വെച്ചാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനം നടന്നത്. ഇന്നതിൻ്റെ സമാപനവുമാണ്. ഈ പരിപാടികളെല്ലാം വളരെ ഭംഗിയായി ജനകീയ ശ്രദ്ധ ആകർഷിക്കത്തക്ക വിധത്തിൽ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയവരെയും അവരെ സഹായിച്ചവരെയും അതിൽ പങ്കാളികളായ 14 ജില്ലയിലെയും പൊതുസമൂഹത്തോടുമുള്ള എൻ്റെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. വന്യജീവി വാരാഘോഷത്തിൻ്റെ പശ്ചാത്തലം ശ്രീ പ്രമോദ് കൃഷ്ണൻ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഈ തീരുമാനമെടുത്ത കാലത്ത് ഉണ്ടായിരുന്ന കാലാവസ്ഥ സൗകര്യവും കാനന സൗകര്യവും പ്രകൃതിയുടെ അനുഗ്രഹവും വനം കൊള്ളക്കാരുടെയും വന്യജീവികളെ വേട്ടയാടുന്നവരെയും നിലക്ക് നിർത്തുകയും അവരെ അതിൽ നിന്ന് തടയുകയും ചെയ്യുന്നതിനാണ്. അതിൻ്റെ ക്യാമ്പയിൻ, അതിൻ്റെ അനിവാര്യത ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഈ വാരാഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ നാട്ടിൽ അന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അത്തരം സാഹചര്യങ്ങളോട് കലഹിക്കാതെയും ആ സാഹചര്യങ്ങൾ കൊണ്ട് ബഹുജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ സംരക്ഷിച്ചും വേണം വർത്തമാന കാലഘട്ടത്തിൻ്റെ വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഏത് നിയമവും ഏത് തീരുമാനങ്ങളും കാലാനുസൃതമായ പരിഷ്കാരങ്ങൾക്കും പുതുക്കലും ആവശ്യമായി വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യ വന്യജീവി സംഘർഷം എന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി മനുഷ്യ വന്യജീവി സഹവർത്തിത്വം എന്ന പുതിയൊരു കൺസെപ്റ്റിലേക്ക് വനം വകുപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത്. ആ നിലപാട് മാറ്റം ജനങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട്. ആ നിലപാട് മാറ്റത്തിൻ്റെ ഭാഗമായുള്ള സുരക്ഷ കാടിനും വന്യജീവികൾക്കും മനുഷ്യനും ഉറപ്പുവരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വനം വകുപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കേരള നിയമസഭ ഈ വിചാരങ്ങളെയും ഈ പ്രശ്നങ്ങളെയും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എത്രമാത്രം പരിഹരിക്കാൻ കഴിയും എന്ന ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായി 2 ബില്ലുകൾ അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ അത്തരമൊരു സംഭവം ആദ്യമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു നിയമത്തിന് ആ നിയമത്തിൻ്റെ അന്തസത്തയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അയവ് വരുത്താൻ പ്രശ്നങ്ങളിൽ, സമീപനങ്ങളിൽ, നടപടികളിൽ സുതാര്യതയും
കാലതാമസവും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കേണ്ടി വരും. ആ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിയമം നിർമ്മിക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലെ ആവശ്യങ്ങളോട് പൊരുത്തപ്പെടുന്ന അത്തരം സമീപനങ്ങൾക്ക് നല്ല ജനകീയ പിന്തുണയുണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ജനകീയ പിന്തുണയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഭാവിയിലെ വനംവകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും ചിട്ടപ്പെടുത്താനും പ്രേരകമായി ഈ സമാപന സമ്മേളനം മാറേണ്ടതുണ്ട്. ഈ സർക്കാരിൻ്റെ കാലാവധി ഏതാണ്ട് ഇനി 6-7 മാസക്കാലമാണ് പ്രവർത്തിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിൻ്റെ ഇന്നലകളിലെയും ഇന്നത്തെയും നേട്ടങ്ങളും ഒപ്പം കോട്ടങ്ങളും വിലയിരുത്തുന്ന ഒരു പരിപാടിയും 2031 വിഷൻ 2031 എന്ന പേരിൽ 2031 ആകുമ്പോഴേക്കും നമ്മുടെ കാനന ഭംഗിയും അതിൻ്റെ സുഖശീതളയും നിലനിർത്തിക്കൊണ്ട് തന്നെ വന്യജീവികളെയും മനുഷ്യരെയും ഒരേപോലെ സഹജീവികളായി കാണുന്ന ഒരു സംഘർഷരഹിതമായ കേരളം വനമേഖലയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിപാടി ഒക്ടോബർ മാസം 18-ാം തീയതി വയനാട് ജില്ലയിലെ ബത്തേരിയിൽ വെച്ചാണ് നടത്തുന്നത്. നിങ്ങളെ എല്ലാവരെയും അങ്ങോട്ടേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരു കാര്യം വേണം, ഇന്ന് കുറേ ജനപങ്കാളിത്തമുണ്ട്. ഇപ്പോൾ മാറി വരുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ഞാൻ വന്നാൽ കാണുന്നത് ഉദ്യോഗസ്ഥന്മാർ മാത്രം അടങ്ങുന്നൊരു സദസ്സാണെങ്കിൽ ഇന്ന് ജനങ്ങളും വനംവകുപ്പ് ജീവനക്കാരും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി സഹവർത്തിത്തോടുകൂടി പ്രവർത്തിക്കുന്ന സന്തോഷകരമായ ഒരു മുഖമാണ് ഇന്നിവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും മുമ്പിൽ അവരെ ഞാൻ കാണുന്നത്. ആ സന്തോഷവും സൗഹൃദമാണ് വനംവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളുടെ വിജയപതാക എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പാതയിലൂടെ മുന്നേറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. കാന്തി നിറയുകയാ, പുലരുളി പൂവനമാകെ പടരുകയാ.